guys, Assalamualaikum. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചന മസാല. I don't really know what comes next. I'm just doing my best even though നമ്മൾ ചന മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത കടല ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കൈ വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് അതിന് കടലൊക്കെ കണക്കായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബോംബെ സ്റ്റൈൽ ചന മസാലയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായി ഒരു ട്രൈ ഫാൻ അടുപ്പത്ത് വെച്ച് ട്രൈ ഫാൻ ചൂടായതിനു ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളിയും ഒരു 5-6 പച്ചമുളകും കൂടി എണ്ണയിലിട്ട് നല്ല വഴറ്റി കൊടുക്കണം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് സവാള ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സവാള ചെറുതായി അരിഞ്ഞതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ സവാള ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ സവാള വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ബ്രൗൺ കളർ ആകുന്നത് വരെ. ഞാനിവിടെ ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി അധികം ആവശ്യമില്ല, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ്റെ മസാല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലേൻ്റെ പച്ചമണലൊന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ആദ്യം വേവിച്ച് വെച്ച കടല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് കടല ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ അരച്ചെടുത്ത കടല നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സാക്കി എടുക്കണം അതിലേക്ക്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക.
നമ്മളെ ചനാ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് താളിച്ച് ഒഴിക്കുന്നുണ്ട്. അതിനായി കുറച്ച് ഓയിൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നല്ല പൊട്ടിയതിന് ശേഷം അതിൽ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം അതിൽ നമ്മൾ ഒരു 3 വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി, കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ താളിച്ചത് വേണം നമ്മൾ ചനാ മസാലേൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ മുംബൈ ചനാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി